പ്രിയമുള്ളവരെ, ഞാൻ ലളിത പരേഷ്. എല്ലാവർക്കും ദ്വിജം എന്ന കാര്യത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് സ്വാഗതം. മന്ത്രോച്ചാരണത്തോടുകൂടി കൊടിക്കൂറയിലേക്ക് കൊടിയെ ആവാഹിക്കുമെന്ന, പ്രാണനെ ആവാഹിക്കുമെന്ന് പറഞ്ഞാണ് നിർത്തിയത്. അതുകൊണ്ട് തന്നെ മന്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടാകുന്ന ഒരു നല്ല മന്ത്രം ഓംകാരം തന്നെയാണ്. പ്രപഞ്ചശക്തി ഉണ്ടായതിനു ശേഷം ആദ്യമുണ്ടായ ശബ്ദം ഓംകാര ശബ്ദം തന്നെയാണ്. പ്രപഞ്ചത്തെ നമ്മളിലേക്ക്, പ്രപഞ്ചശക്തിയെ അത് പറയുന്ന ആളിലേക്ക് ആവാഹിക്കുക എന്ന് തന്നെയാണ് ഓംകാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആകെ 7 കോടി മന്ത്രങ്ങളുള്ളതിൽ എല്ലാത്തിലും ആദ്യം ഓംകാരത്തോടുകൂടി തന്നെ തുടങ്ങണം എന്ന ഒരു വിധിയുണ്ട്. ഓംകാരത്തോടുകൂടി തുടങ്ങുന്ന മന്ത്രങ്ങൾക്ക് എപ്പോഴും ശക്തിയും ഫലവും ഉണ്ടാകും എന്ന വിശ്വാസവും ഉണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ തെറ്റ് തിരുത്തണം എന്ന് ആഗ്രഹിക്കുകയാണ്. താല്പര്യമുള്ളവർക്കെല്ലാം അത് സ്വീകരിക്കാം. നമ്മളെല്ലാവരും ഓംകാരത്തോടുകൂടി ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മളെല്ലാം പറയുന്ന ഒരു തെറ്റ് ഉണ്ട്. അതായത് ഓം നമഃ ശിവായ എന്നെല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു പേരും ഒരിക്കലും ഒരു കൂട്ടക്ഷരത്തിൽ ഉണ്ടാവുന്നതേയില്ല. കൂട്ടക്ഷരത്തിൻ്റെ ഒരു പേരിൻ്റെ തുടക്കം ഒരിക്കലും ഒരു കൂട്ടക്ഷരം ആവുകയില്ല. മാത്രവുമല്ല, നമ്മൾ ശ എന്ന് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ വളരെ വ്യത്യസ്തമാണ്. അത് മോശമായ ഒരർത്ഥം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നത്, നമുക്കെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമഃ ശിവായ എന്ന് പറയാൻ ശ്രദ്ധിക്കണമെന്ന് ഒരപേക്ഷയുണ്ട്. അത് ശരിയാണ് എന്ന് തോന്നുന്നവർക്ക് അത് സ്വീകരിക്കാം. അത്രയേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഞാൻ എല്ലാവരെയും തിരുത്തുന്നു എന്നുള്ള ഒരു അപവാദമൊന്നും കേൾക്കുന്നത് അത്ര നല്ല കാര്യമല്ല. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഓംകാര മന്ത്രത്തോടു കൂടിയാണ് എല്ലാ മന്ത്രങ്ങളും ചൊല്ലുന്നത്. ഓംകാര മന്ത്രത്തിൽ ആദ്യം ആ ഉ മ എന്നീ 3 അക്ഷരങ്ങളിലാണ് ഈ ഓംകാര ശബ്ദം പറയുന്നത്. ആ എന്ന് പറയുമ്പോൾ അത് വിഷ്ണുവിനെയും, ഉ എന്ന് പറയുമ്പോൾ ശിവനെയും, എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അത് പറയുന്ന ആൾ ഓം ഉച്ചരിക്കാൻ തുടങ്ങുമ്പോൾ ആ പറയുന്ന ആളിനെ ഉണർത്തുകയാണ്. രണ്ടാമത് അത് ഉച്ചകോടിയിലെത്തുമ്പോൾ അത് ആരിലേക്കാണോ എത്തേണ്ടത് അവരെ ഉണർത്തുന്നു. മൂന്നാമതായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അത് സന്യാസിമാരുടെ സമാധി അവസ്ഥയാണ്. അതിനെയാണ് നമ്മൾ തുര്യാവസ്ഥ എന്ന് പറയുന്നത്. ഈ 3 അവസ്ഥയും തന്നെയാണ് പല ബുക്കുകളിലും പല പ്രാർത്ഥനകളിലും ത്രിപുടി എന്ന് വിശേഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓംകാര ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അതിൽ അതിമഹത്തമായ പല കാര്യങ്ങളുമുണ്ടെന്നും അതിൽ കൂടി തന്നെ എല്ലാ മന്ത്രങ്ങളും 7 മന്ത്രങ്ങളും ചൊല്ലി ഭക്തിപുരസരം ചൊല്ലണമെന്നും വേദങ്ങളിൽ പറയുന്നുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഒരു ഗുണം ഉണ്ടാവും എന്ന് തന്നെ നമ്മളെല്ലാം വിശ്വസിക്കണം. അങ്ങനെ ഈ ഓംകാര മന്ത്രത്തോടു കൂടി ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെല്ലാം ചെയ്ത് മന്ത്രോച്ചാരണത്തോടു കൂടി തന്നെ തന്ത്രിമുഖ്യന്മാർ പ്രാണനെ അഗ്നിസ്വരൂപനായ പ്രാണനെ ആവാഹിച്ചാണ് കൊടിക്കൂറയിലേക്ക് കയറ്റുന്നത്. അങ്ങനെ ആവാഹിച്ച് കയറ്റുമ്പോൾ മന്ത്രധ്വനികൾ മുഴങ്ങണമെന്നും ദീപാരാധനകൾ ഉണ്ടാകണമെന്നും എല്ലാ തന്ത്രിമുഖ്യന്മാരുടെ അനുയായികളും എല്ലാം ഉറക്കെ മന്ത്രം ചൊല്ലണമെന്നും എല്ലാമുള്ള ഒരു വിധിയുണ്ട്. അങ്ങനെ തന്നെ കൊടിക്കൂറയിലേക്ക് പ്രാണനെ ആവാഹിച്ച് അഗ്നിസ്വരൂപിണിയായ പ്രാണനെ ആവാഹിച്ച് ദേവിയുടെയോ ദേവൻ്റെയോ രൂപം നൽകി കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് താഴോട്ട് കിടക്കുന്നത് വെച്ചാൽ അത് ഒരു ശാസ്ത്രീയ തത്വമാണ്. നമ്മൾ ഒരു തീപ്പന്തം കത്തിച്ച് മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴോട്ട് വീഴുന്നത് അതിൻ്റെ അഗ്നിനാളങ്ങൾ താഴോട്ട് നോക്കി തന്നെ ആയിരിക്കും എന്ന് നമുക്കെല്ലാം അറിയാം. അതെന്തുകൊണ്ടെന്നാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് അഗ്നി താഴോട്ട് നോക്കി വീഴുന്നത്. ഈ തത്വമാണ് ഈ കൊടിക്കൂറയിൽ കയറ്റുന്ന അഗ്നിസ്വരൂപിണിയെ അഗ്നിയെ കയറ്റുന്നത് കൊണ്ട് തന്നെയാണ് ആ കൊടിക്കൂറ താഴോട്ട് നോക്കി നിൽക്കുന്നത്. അങ്ങനെ ഈ കൊടിക്കൂറ കയറ്റുമ്പോൾ തന്ത്രിമുഖ്യന്മാരും അദ്ദേഹത്തിൻ്റെ അനുയായികളും വളരെ വ്രതത്തോടുകൂടിയും
കൂടിയും പ്രാർത്ഥനാ മന്ത്രങ്ങളോടുകൂടിയും എല്ലാം ചെയ്യണം എന്ന് ഒരു തത്വമുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു പിശക് പറ്റിയാൽ, ആ കൊടിക്കൂറ കയറ്റുന്ന നേരത്ത് എന്തെങ്കിലും കയർ കുരുങ്ങുകയോ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ ഉത്തരവാദി തന്ത്രിമുഖ്യൻ തന്നെയാണ്. അല്ലാതെ കണ്ടു നിൽക്കുന്നവരോ നാട്ടുകാരോ അമ്പലത്തിലെ ഭാരവാഹികളോ അല്ല. തന്ത്രിമുഖ്യൻ്റെ എന്തോ പിഴവ് കൊണ്ട് തന്നെയാണ് അതങ്ങനെ സംഭവിച്ചത് എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കൊടിക്കൂറ കയറ്റിയതിന് ശേഷം ഈ തന്ത്രിമുഖ്യന്മാരും അനുയായികളും കൊടി ഇറക്കുന്നതുവരെ ആ അമ്പലത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിരിക്കണമെന്നും സമയാസമയങ്ങളിൽ വേദമന്ത്രങ്ങൾ ചൊല്ലി കൊടിക്കൂറയെയും കൊടിമരത്തെയും പ്രാർത്ഥിക്കണമെന്നും ഒക്കെയുള്ള നിയമങ്ങൾ ഉണ്ട്. മാത്രവുമല്ല അവിടെ എപ്പോഴും മന്ത്രോച്ചാരണങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഈ കൊടി കയറ്റി കൊടി ഇറക്കുന്നതുവരെ തന്ത്രിമുഖ്യന്മാരുടെ സാന്നിധ്യം ആ അമ്പലത്തിനും പരിസരത്തിന് ചുറ്റും ഉണ്ടായിരിക്കുകയും വേണമെന്നും അത് ഭംഗിയായി കയറ്റുകയും ഇറക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അതിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകുമെന്നും ആ ഫലങ്ങൾ തന്ത്രിമുഖ്യൻ്റെ കുടുംബത്തിനും അമ്പലത്തിലെ പരിസരവാസികൾക്കും നാട്ടുകാർക്കും അമ്പലത്തിൻ്റെ ഭാരവാഹികൾക്കും കൂടിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ വളരെ വളരെ ഭക്തി പുരസരം വളരെ ആദരവോടുകൂടി എല്ലാ തത്വങ്ങളും പാലിച്ച് നിർവഹിക്കേണ്ട ഒരു കർമ്മം തന്നെയാണ് ഈ കൊടി കയറ്റുക എന്നുള്ളത്. കൊടി കയറ്റി കൊടി ഇറക്കുന്നതുവരെയും ഉത്സവം തീരുന്നതുവരെ തന്ത്രിമുഖ്യൻ്റെയും അനുയായികളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്നും പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.